മക്കളെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ജയശ്രീ അനീഷ് എടുക്കാം, രണ്ടുപേർക്കും അല്ലെ അമ്മ ഉണ്ടല്ലോ. ഈ അമ്മയ്ക്ക് മാസം എത്ര കൊടുക്കാറുണ്ട്? മാസം കൊടുക്കാറില്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. കാര്യങ്ങൾ നോക്കൂന്ന് വെച്ചാൽ, ഞാനിങ്ങനെ തമാശ, ഒരു പൂച്ച വീട്ടിലുണ്ടെങ്കിൽ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൂലേ? ആ പൂച്ചക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂലേ? ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ പേഴ്സ്യം കാറ്റുണ്ട്. ആ പൂച്ചനെ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പേഴ്സ്യം കാറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടുതല, ഭക്ഷണവും കൊടുക്കും. അവന് അസുഖം വന്ന അവന് ഹോസ്പിറ്റലുണ്ട്, പൂച്ചകൾക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതല്ല അമ്മയുടെ കാര്യത്തിൽ സംഭവിക്കണം അല്ലെ? കാരണം അതില് കൂടുതൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. കാരണം എന്താ, നമ്മളുടെ മക്കൾക്കുള്ള പഠനം, അവരുടെ അല്ലെ, അവരെ ഹോസ്പിറ്റൽ ചെലവ്, ഇതെല്ലാം നോക്കി വരുമ്പോ നമ്മുടെ കയ്യിലില്ല. ഇത് തന്നെയാണ് ഇനി നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ജയശ്രീനെ ആര് നോക്കും 60 വയസ്സ് കഴിയുമ്പോ? ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പൊ ഞങ്ങള് അമ്മനെ നോക്കുന്നുണ്ട്, പക്ഷെ എന്റെ മക്കൾ എന്നെ നോക്കൂന്നല്ലേ വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഇപ്പോഴേ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും. ജയശ്രീ അമ്മനെ നോക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാ പോരാ. അമ്മയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് എങ്ങനെ നിങ്ങളോട് ചോദിക്കും? ഇതാണ് പ്രശ്നം. അപ്പൊ അമ്മയ്ക്ക് മരുന്ന് കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, അത് വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾക്കും കൊടുക്കുന്നില്ല ജയശ്രീ? സാറ് പറയുന്നത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ